ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അപ്പൊ അലീന ഇപ്പോൾ ഉള്ളത് സ്റ്റാൻലിയുടെ അടുത്താണ്. അപ്പൊ സ്റ്റാൻലിയുടെ അച്ഛനെയും സ്റ്റാൻലിയുടെ അനിയനെയും ഒക്കെ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ സർവന്റ് അഥവാ നമ്മുടെ കാര്യസ്ഥനും ഡ്രൈവറും കൂടെ ചേർന്ന്. അങ്ങനെ അവരെത്തി. കാര്യവിവരങ്ങൾ അറിയണമല്ലോ, എവിടെന്നോ ഏതോ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി ഒരു മുഖവരയും ഇല്ലാതെ പറഞ്ഞു, വേറെ ആരുമല്ല, അവൾ എൻ്റെ മോളാണെന്ന് പറയാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എനിക്ക് പണ്ടങ്ങ് നിങ്ങൾക്കറിയാലോ, ആഗ്രയിൽ വെച്ചൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നും അതിലൊരു കുഞ്ഞുണ്ടായി എന്നും ഒക്കെയാണല്ലോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം ആ ഒരു മോളാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിയുടെ അച്ഛൻ ഔതക്കുട്ടി ഒരു വലിയ ഭീകരനാണ് കേട്ടോ. ഒരു ചെറിയ സ്റ്റാൻലി ആണെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ സ്റ്റാൻലി അല്ല, ഒരു വലിയ സ്റ്റാൻലി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പുള്ളിക്കാരൻ വലിയ കാര്യത്തിന് അവളെ അടിച്ചിറക്കി വിടണം. മാത്രമല്ല, അലീന വന്നിരിക്കുന്നത് അവരുടെ അവകാശങ്ങളൊക്കെ തട്ടിയെടുക്കാനാണെന്നും, അലീന എന്താ പറയാ, അനാഥാലയത്തിൽ വളർന്നൊരു വെങ്കൊച്ചല്ലേ, അപ്പൊ ഇങ്ങനെ പൈസയൊക്കെ മോഹിച്ച് എന്തിനേലുമൊക്കെ ആയിരിക്കും വന്നത് എന്നൊരു ധാരണയുണ്ട്. ആകെപ്പാടെ അലീന ആ ഒരു ധാരണയൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടി അലീനയെ കണ്ടു, അലീനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഔതക്കുട്ടിയുടെ മാറ്റം അത് വല്ലാത്തൊരു മാറ്റമായി പോയിട്ടോ. നമ്മുടെ അലീന ഔതക്കുട്ടിയുടെ ഭാര്യ ചിന്നമ്മ എന്നാട്ടോ ഭാര്യനെ വിളിക്കുന്നത്. അപ്പം ഭാര്യ ചിന്നമ്മേന്റെ അതേ ഷേപ്പാണ്. അപ്പൊ നമ്മുടെ ഔതക്കുട്ടി ആദ്യം കണ്ടപ്പോ തന്നെ അങ്ങ് അലീനയുടെ മുമ്പിൽ വീണു പോവുകയാണ്. അയ്യോ, തന്റെ ഭാര്യ 10-12 കൊല്ലം മുമ്പ് മരിച്ച തന്റെ ഭാര്യ ചിന്നമ്മയുടെ അതേ ഷേപ്പ്. അയ്യോ, എങ്ങനെ വീണു പോകാതിരിക്കും. അങ്ങനെ നമ്മുടെ ചിന്നമ്മേനെ വാർത്തു വെച്ച പോലെ ഒരു രൂപം കണ്ട ഉടനെ തന്നെ ചിന്നമ്മ എന്നറിയാതെ വിളിച്ചു പോകുന്നൊരു ഇത് നമ്മുടെ ഔതക്കുട്ടി. അപ്പോഴേക്കും ഔതക്കുട്ടി, അല്ല വല്യപ്പച്ചനല്ലേ, ഇത് എപ്പോഴാ വല്യപ്പച്ചൻ വന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും, ഓ, ഞാൻ വല്യപ്പച്ചനാണെന്ന് നിനക്ക് അറിയാമോ? ആ, അറിയാം, എനിക്ക് വല്യപ്പച്ചനെ അറിയാം, എന്നോട് ഇവിടെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ, നിന്റെ പപ്പ നിന്നോട് എന്തൊക്കെ പറഞ്ഞു? ഓ, എന്തൊക്കെ പറയാനാ, പപ്പയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ വല്യപ്പച്ച. ലേശം വെളിവ് തലയിലില്ല. മാത്രമല്ല, എന്തോ ഈ ലോകം പിടിച്ചടക്കിയ പോലെയൊക്കെയാണ് എന്റെ പപ്പയുടെ ഒരു കളിയൊക്കെ. പക്ഷേ എന്റെ പപ്പ ഒരു വെറും പൊട്ടനാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കേ, നീ എന്താടി പറയുന്നത്? അല്ല, ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? ഈ ലോകം പിടിച്ചടക്കാൻ പറ്റുമോ പൈസ കൊടുത്ത്? ഒരിക്കലും പറ്റത്തില്ലെന്നേ. എന്തു പറ്റും? എന്നിട്ട് എന്തോ വലിയ ആളെ പോലെ ഇവിടെ നിൽക്കുകയാണ്. എപ്പോഴും വെള്ളമാണെന്നേ, എപ്പോഴും കള്ളുകൂടി. എപ്പോഴും ഒരു മദ്യക്കുപ്പിയും ക്ലാസും തൊട്ടടുത്ത് കാണും. ഇത് എന്തൊരു മകനാ! അല്ല, വല്യപ്പച്ചനെ കൊണ്ട് ഈ മകനെ നിലയ്ക്ക് നിർത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അമ്പടി കേമി, നീ കൊള്ളാലോ, ഒരു 1-2 ദിവസം കൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്റെ മകന്റെ തലയിൽ കയറുകയാണോ? ആ, തലയിൽ കയറേണ്ടവരുടെ തലയിൽ കയറാതിരിക്കാൻ പറ്റുമോ? എനിക്ക് വലിയ ഇഷ്ടമൊന്നും പെട്ടില്ലെന്നേ. എന്റെ അച്ഛനുണ്ട് അവിടെ, അങ്ങ് കൊല്ലപ്പള്ളിയിൽ എന്റെ അച്ഛനുണ്ടല്ലോ, എന്ത് പാവമാണെന്നറിയാമോ? പാവം, അത് സോഫ്റ്റ് ആയിട്ട് സൗമ്യമായിട്ട് എന്നോട് സംസാരിക്കാറുള്ളൂ. പക്ഷേ ഇത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ വേണ്ടത്, അങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സംസാരം. ഓ, അവന് ഒതുങ്ങിയതാ മോളെ, അവൻ ആരാണെന്ന് അറിയാമായിരുന്നോ? അവനെ ഒരു ഗെയിമി ആയിരുന്നു. ഈ പട്ടാളക്കാരൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, കേണൽമാര്, പട്ടാളക്കാരന്മാര്, അതുപോലെ പട്ടാള ചിട്ടയായിരുന്നു അവന്. അവനെ ഒതുക്കാനേ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് നിനക്കാ. അല്ല, ഞാൻ ഒതുക്കിയിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഇവിടുത്തെ ആകെ മൊത്തം മാറ്റം കണ്ടിട്ടെ നീ അവനെ ഒതുക്കിയെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ ഒതുക്കിയതൊന്നുമില്ല വല്യപ്പച്ച. എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. അതിപ്പം ശരിയാണോ തെറ്റാണോ എന്ന് അവര് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. എനിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ പറയും. അല്ല, ഈ വല്യപ്പച്ചൻ വളം വെച്ച് കൊടുത്തിട്ടല്ലേ മകൻ ഇങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഓ, അത് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നേ. ഞാനും അവന്റെ പ്രായത്തില് അവനേക്കാളും വലിയൊരു തെമ്മാടിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു ഞാനും ജീവിച്ചത്. പിന്നെ കൊച്ചുമക്കളൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഇച്ചിരി അങ്ങോട്ട് മാറ്റി അങ്ങ് വെച്ചതാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല, ഈ വല്യപ്പച്ചനും അപ്പൊ കള്ളൊക്കെ കുടിക്കുവോന്നോ? ഞാനും എന്റെ ലാലിച്ചനും, പിന്നെ എനിക്കൊരു ഇളയതുണ്ടേ,
അവനും കൂടെ ചേർന്നിട്ട് ഒരുമിച്ചിരുന്ന കള്ളു കുടിക്കുന്നത്. അപ്പം കുടുംബസമേതം കള്ളു പരിപാടിയാണല്ലേ. പറ്റിയ സ്ഥലത്തേക്കാ ഞാൻ വന്ന് പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അവതക്കുട്ടി ചോദിച്ചു, അല്ല നീ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് അന്വേഷിച്ചല്ലോ. ഞാന് ഒരു 10-23 കൊല്ലം സ്നേഹനികേതൻ എന്ന് പറയുന്ന ഒരു ഓഫനേജിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനങ്ങ് കൊല്ലപ്പള്ളിക്ക് പോയി. അവിടെ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോനെ അറിയുവോ? നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോൻ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നായിരുന്നു. ഈ ബാലചന്ദ്ര മേനോന് സ്റ്റാൻലിയുടെ കൂട്ടുകാരനാന്ന് പറഞ്ഞുകൊണ്ട്. ഓ ഓ എനിക്കറിയാം. അന്ന് പപ്പേനെ കാണാനായിട്ട് ആദ്യം വന്നത് ഔദക്കുട്ടിച്ചായന്റെ അടുത്തേക്കാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ അതെ, അവൻ ആദ്യം വന്നത് എൻ്റെ അടുത്തേക്ക് തന്നെയാ. അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ബാലചന്ദ്രൻ ആരാണെന്നും എന്താണെന്നും അവന്റെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ലാലിച്ചൻ എവിടെയാ താമസിക്കുന്നതെന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാനും അവനുമായിട്ട് വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നല്ലോ. ആ പറയുന്ന ബാലചന്ദ്രന്റെ വീട്ടിലായിരുന്നു ഞാന്. ഈ ബാലചന്ദ്രനെ ആരാന്നറിയുവോ? എന്റെ പപ്പയുടെ പഴയ കാമുകയില്ലേ വൈജയുടെ ഭർത്താവാണ് ഈ ബാലചന്ദ്രൻ. ഈ ബാലചന്ദ്രന്റെ വീട്ടിലായിരുന്നു ഞാന്. അവിടെ എൻ്റെ അമ്മയെ എന്നെ മകളായിട്ട് കണ്ടിട്ടില്ല. മാത്രല്ല അമ്മയ്ക്ക് ഞാൻ മകളാണെന്ന് അറിയത്തുമില്ല. ഇപ്പം പപ്പയ്ക്ക് മാത്ര ഞാൻ മകളാണെന്ന് അറിയാവുന്നത്. പിന്നെ ഇവിടെ നിൽക്കാൻ അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലാട്ടോ. എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമേ ഇല്ല. ഇവിടുത്തെ രീതികളും ഇതെന്തൊരു രീതിയാ ഇവിടത്തെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അതൊക്കെ മോളെ കൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നേ. അവൻ ഇപ്പഴിങ്ങനെ മാറിയില്ലേ, ഞങ്ങൾ മാറുമെന്ന് വിചാരിച്ചതല്ല. അല്ല മോൾ എങ്ങനെയാ അവനെ മാറ്റിയെടുത്തത്? ഞാനോ മാറ്റിയെടുക്കാനോ? ഞാൻ മാറ്റിയെടുക്കത്തൊന്നുമില്ല, ഞാൻ മാറ്റിയെടുത്തതുമല്ല. അലീന ചെയ്യേണ്ടതും പറയേണ്ട സമയത്ത് തന്നെ അങ്ങ് പറയും. അപ്പം മാറാൻ തോന്നുന്നവർക്ക് മാറാം, ഇല്ലാത്തവർക്ക് മാറണ്ട എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മോളിനി എന്നാ ഇവിടുന്ന് പോകുന്നുണ്ടോ? ഓ, എനിക്കറിയത്തില്ല. എന്നെ ഇവിടെ കൊണ്ട് ഈ മറ്റേ കാരാഗ്രഹത്തിൽ അടച്ചിട്ടേക്കുന്ന പോലെ അടച്ചിട്ടേക്കല്ലേ. എനിക്ക് വെളിയിൽ ഇറങ്ങാനും പറ്റത്തില്ല, എങ്ങോട്ട് പോകാനും പറ്റത്തില്ല. ഞാനാണെങ്കിലേ ഇങ്ങനെയൊന്നും ഒരു മുറിക്കകത്ത് അടച്ചുകൂട്ടി കിടന്നിട്ടുള്ള ആളല്ല. ഞാനേ ആ ബാലചന്ദ്രന്റെ വീട്ടിലില്ലേ, എൻ്റെ അച്ഛന്റെ വീട്ടില് ജോലിക്കാരിയായിട്ടാ വന്നത്. അവിടെ ജോലിക്കാരിയായിട്ട് വന്ന് അവിടുത്തെ എല്ലാ പണികളും ചെയ്ത് ലാസ്റ്റ് അച്ഛൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ അവിടുത്തെ എല്ലാ പണികളും ചെയ്യുന്നു. വേറൊരു സർവന്റിനൊന്നും ഞാൻ അവിടെ വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഈ അടങ്ങിയിരിക്കുന്നൊന്നും ഇഷ്ടമല്ലെന്നേ. എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യാം, ഒരു കാപ്പിയിട്. അപ്പോഴത്തേക്ക് നമ്മുടെ കാര്യസ്ഥൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കാര്യസ്ഥൻ വന്നിട്ട് ഈ അലീന കിച്ചണിലേക്ക് പോകുന്ന കേട്ടോ. എങ്ങോട്ടാന്ന് ചോദിച്ചു. അത് പിന്നെ കാപ്പി ഇടാന്. അല്ല, നീ ഒന്നും ചെയ്യണ്ട, നീ റൂമിൽ പോയിരുന്നാ മതി, ഇവിടെ കാപ്പി ഇടാൻ വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഔദക്കുട്ടി പറഞ്ഞു, ദേ ഞാൻ പറഞ്ഞിട്ടാ അവള് കാപ്പി ഇടാൻ പോകുന്നത്, അവള് കാപ്പി ഇട്ടോളും, അവൾക്ക് കാപ്പി ഇടാൻ അറിയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഞാൻ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ കാര്യസ്ഥൻ അങ്ങ് മാറി നിന്നു. ഔദക്കുട്ടി ചായ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറൊരു സംഭവം ഇല്ലല്ലോ. കോഫി എടുക്കാനായിട്ട് അലീന അകത്തേക്ക് പോയി കേട്ടോ. അങ്ങനെ അലീന അകത്തുനിന്ന് ഒരു കോഫിയൊക്കെ ആയിട്ട് ഇറങ്ങി വന്നു. നമ്മുടെ ലാലിച്ചൻ ആ കോഫി, ലാലിച്ചനല്ല സോറി, നമ്മുടെ ഔദക്കുട്ടി ആ കോഫി കുടിച്ചു. അങ്ങനെ ഔദക്കുട്ടി ഈ കോഫി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോഫിയിൽ നമ്മുടെ ഔദക്കുട്ടി വീണു. അപ്പോഴത്തേക്കും തന്നെ കാര്യസ്ഥനും ഒരു കോഫി കൊടുത്തു നമ്മുടെ അലീന. അപ്പം കാര്യസ്ഥനും അത് കുടിച്ചു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഔദക്കുട്ടി പറയുന്നത്, കണ്ടോ, ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോഫി. നീയൊക്കെ ഇവിടെ എന്തോ സാധനം കലക്കിയിട്ട് തരുമല്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ ടേസ്റ്റേ ഒന്ന് വേറെയാ. എൻ്റെ ചിന്നമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ചിന്നമ്മയുടെ കയ്യിൽ നിന്ന് കുടിച്ച അതേ കോഫി ആണല്ലോടി പെണ്ണേ ഇത്. അല്ല, നിനക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ അറിയാമെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ കോഫി ഉണ്ടാക്കുന്നു. പിന്നെ എൻ്റെ ബ്രിജിത്താമ്മ ഇതൊക്കെ പഠിപ്പിച്ചത്. ബ്രിജിത്താമ്മയോ? അതാരാ? ബ്രിജിത്താമ്മയെ സ്നേഹനികേതൻ എന്ന് പറയുന്ന ഒരു അനാഥ മന്ദിരത്തിലല്ലേ ഞാൻ താമസിച്ചിരുന്നത്. അത് ഞാൻ വല്യപ്പച്ചനോട് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു. അവിടത്തെ നോക്കി നടത്തുന്ന ആളാണ് ഈ പറയുന്ന ബ്രിജിത്താമ്മ. ഈ ബ്രിജിത്താമ്മ ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്നത്. ബ്രിജിത്താമ്മ ഞങ്ങളെ എല്ലാം പഠിപ്പിച്ചതോ. അപ്പം ബ്രിജിത്താമ്മ വലിയ ആളായിരുന്നല്ലോ. അല്ല, എന്നിട്ട് ബ്രിജിത്താമ്മ എന്തി ഇപ്പം? അത് പിന്നെ ബ്രിജിത്താമ്മ ഇപ്പം മരിച്ചു പോയിട്ട് 1 വർഷം ആകുന്നു. ആണോ? അപ്പം ഇപ്പം അതാരാ ഏറ്റ് നടത്തുന്നത്? അത് പിന്നെ ഇപ്പം അവിടെ കുറച്ച് അന്തേവാസികളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോയി കുറേ പേരെയൊക്കെ. അതുകൊണ്ട് ഇപ്പം ആ അനാഥാലയം ഏറ്റ് നടത്താൻ ആരും ഇല്ലയെന്ന് പറഞ്ഞപ്പം, എന്നാൽ പിന്നെ നമുക്ക് അതങ്ങ് ഏറ്റ് നടത്തിയാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, വല്യപ്പച്ചൻ സത്യമാണ് ഈ പറയുന്നത്, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഏറ്റ് നടത്താം. അവളുടെ ഒരു പൂതി കണ്ടില്ലേ, അനാഥാലയം ഏറ്റ് നടത്താനായിട്ട്. ഇവിടെ എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല, ഞാനത് ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ആണോ എന്നും പറഞ്ഞിട്ട് അങ്ങ് വിഷയം അങ്ങ് വിടുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ
നമ്മുടെ ലാലിച്ചനെ, സ്റ്റാൻലിയാണെ ലാലിച്ചനെ, പുള്ളിക്കാരൻ ഇരുന്ന് 2 പെഗ്ഗൊക്കെ അടിക്കുകയാണ്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് നേരെ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് നമ്മുടെ ഔതക്കുട്ടി ചെന്നു. ഔതക്കുട്ടി ചെന്നപ്പോഴത്തേക്കും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കുറേ പട്ടികളൊക്കെ നിൽപ്പുണ്ട്. അവിടെ ഗ്ലാസ്സിൽ കുറച്ച് മദ്യം ഇരിപ്പുണ്ട്, ഒരു വിസ്കി അവിടെ ഇരിപ്പുണ്ട്. അപ്പച്ചൻ വന്നോ, എന്നാ ബാ തുടങ്ങാം അടിക്ക് എന്നൊക്കെ പറയുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ വല്യപ്പച്ചൻ പതുക്കെ കയറി വന്നിട്ട്, എടാ ചെറുക്ക, നീ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത്? ഇവിടെ ഒരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിനക്കിതൊക്കെ കാണിക്കാൻ കൊള്ളുവോ? ഒരിക്കലും കൊള്ളുന്ന പരിപാടിയല്ല. അവക്കാണെങ്കിൽ മദ്യമൊട്ട് കൈ കൊണ്ട് തൊടുന്നത് ഇഷ്ടമല്ല, അതിൻ്റെ മണം ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. എന്നിട്ട് നീ ഈ ചെയ്യുന്ന പരിപാടി മോശമല്ലേ? അപ്പച്ചൻ എന്താ ഈ പറയുന്നത്? അപ്പച്ചൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ ലാലിച്ചൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്നും ആ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനുമല്ലേ? എന്നിട്ടിപ്പം അവളിവിടെ വെച്ച് പൊറപ്പിക്കാനാണോ അപ്പച്ചൻ്റെ തീരുമാനം? അല്ല, എനിക്ക് മനസ്സിലായില്ല ഈ മാറ്റം. എനിക്ക് മനസ്സിലായി ഈ മാറ്റം. അതെ, ആ പെൺകൊച്ചിനെ നീ നോക്കിയായിരുന്നോ? എൻ്റെ ചിന്നമ്മയുടെ അതേ ഷേപ്പ്, എൻ്റെ ചിന്നമ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അവളുടെ വല്യമ്മച്ചിനെ പറിച്ചു വെച്ചേക്കാണ്. മാത്രമല്ല, ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല, അവളൊരു കൊച്ചു മിടുക്കിയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെനിക്കും തോന്നിയായിരുന്നു അപ്പച്ചാന്ന് പറഞ്ഞപ്പം. അവളെ പറഞ്ഞു വിടണ്ടെന്നേ, അവളിവിടെ നിൽക്കട്ടെ, അവളെൻ്റെ കൊച്ചുമോളല്ലേ. എനിക്ക് ചിന്നമ്മേനെ ഓർമ്മ വരും അവളെ കാണുമ്പം. അവളിവിടെ നിൽക്കട്ടേന്നേ. അവളാണെങ്കിൽ തങ്കക്കുടം പോലത്തെ ഒരു പെങ്കൊച്ച്. ഏതായാലും നമ്മുടെ കുടുംബത്തിൽ ഇതുപോലൊരു സുന്ദരി കൊച്ചുണ്ടായിട്ടില്ല. സത്യമല്ലേടാ മാമച്ച ഞാൻ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ ശരിയാണ്. അവക്കേ എൻ്റെ ഇളയ മോളുടെ ഒരു ചെറിയ ഷേപ്പൊക്കെ ഉണ്ട്. എന്നാലും ഇവളെപ്പോലൊരു സുന്ദരി കൊച്ച്, അവളേതായാലും മിടിക്കുക. സുന്ദരി മാത്രമല്ല കേട്ടോ, മിടിക്കി എന്ന് പറഞ്ഞാൽ മിടിക്കുക. അതെനിക്ക് മനസ്സിലായി. അവളെ എനിക്കിപ്പോൾ ഒരു കോഫി ഇട്ട് തന്നായിരുന്നു, നീ കുടിച്ചോ അത്? നീ എങ്ങനെ കുടിക്കാനാ, നീ ഇപ്പോൾ ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ആ ഒരു കോഫിയൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. കോഫിയൊക്കെ ആയിട്ട് വന്നിട്ട് അതേ പപ്പാക്ക് കോഫി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വല്യപ്പച്ചൻ പറഞ്ഞാൽ ഔതക്കുട്ടി പറഞ്ഞാൽ മോളെ ഈ ആദ്യം ഇവിടെ കൊണ്ടുവച്ചേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞാൽ അല്ല, ഇതിൻ്റെ കൂടെ കുടിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകത്തില്ലേ, ഇപ്പം അകത്ത് കിടക്കുന്ന വേറെ സാധനമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും ഇവനൊരു പ്രശ്നമല്ലെന്നേ, നീ ഇങ്ങ് തന്നേന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ആരെ കൊണ്ടാ, സ്റ്റാൻലിനെ കൊണ്ട് കുടിപ്പിക്കുക. സ്റ്റാൻലി ആദ്യം അത് കുടിക്കാൻ തയ്യാറായില്ല. സ്റ്റാൻലി പിന്നെ എനിക്കിപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഔതക്കുട്ടിച്ചായം പറഞ്ഞു, മര്യാദയ്ക്ക് പെങ്കൊച്ചിട്ടുകൊണ്ട് വന്നതാ, മര്യാദയ്ക്ക് നീ കുടിച്ചോണെന്ന് പറഞ്ഞു. ഏതായാലും പേടിപ്പിച്ചു. നമ്മുടെ സ്റ്റാൻലിനെ പേടിപ്പിച്ച് നിർത്താൻ കഴിവുള്ള ഒരാളെന്ന് പറയുന്ന ഔതക്കുട്ടിച്ചായം മാത്രമേ ഉള്ളൂ. ഏതായാലും ഔതക്കുട്ടിച്ചായൻ അത് കൊടുത്തതും നമ്മുടെ സ്റ്റാൻലി അത് കുടിച്ചു. സ്റ്റാൻലി അത് കുടിച്ചിട്ട് പറഞ്ഞു, നിന്റെ വല്യപ്പച്ചൻ പറഞ്ഞത് ശരിയാണല്ലോടി, ഇത് നല്ല കോഫിയൊക്കെയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല, ആ നാവിനതിന് രുചി അറിയാൻ പറ്റുമോ? ഏത് നേരവും ഇങ്ങനെ മദ്യമകത്താക്കിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ ആ നാവിന് രുചി അറിയുന്നത്? ഇതങ്ങോട്ട് അകത്ത് ചെല്ലുമ്പോഴേ അകത്ത് കിടക്കുന്നത് ഇതും കൂടെ ചേർന്ന് പിരിഞ്ഞു പോകത്തില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ഒരൊറ്റ ചിരി ചിരിച്ചിട്ട്, ഇവന് പറ്റിയ മോളെ തന്നെ അവന് കിട്ടിയിരിക്കുന്നത്. ഇവനേ ഇത്ര വർഷമായിട്ടൊന്നും അടങ്ങത്തില്ലായിരുന്നു, ഇനിയിപ്പം ഇവൻ അടങ്ങിക്കോളെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി, അതായത് ലാലിച്ചൻ പറഞ്ഞു, പിന്നെ എന്നെ അടക്കാനല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. കൂടുതൽ കളിച്ചാലേ ഇവളെ ഞാൻ പറഞ്ഞു വിടും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ ആര് പറഞ്ഞു വിടും? അങ്ങനെ ഇവളെ പറഞ്ഞു വിട്ടാലേ ഞാനങ്ങ് കൊണ്ടുപോകും തറവാട്ടിലേക്ക്. നിനക്കറിയാലോ, പുനലൂരിലേക്ക് ഞാൻ ഇവളെ കൊണ്ടുപോയി നിങ്ങൾ നിർത്തുന്നു. ഓഹോ, ഇപ്പം വന്ന് പറഞ്ഞു വിടാൻ വന്ന ആളിപ്പം അലീനെ എടുത്ത് കൊച്ചുമോളെ എടുത്ത് പെരയ്ക്കകത്ത് വെക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേടാ, ഇതുപോലൊരു തങ്കക്കുടം പോലത്തെ കൊച്ചുമോളെ ആരാടാ വിട്ട് കളയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അലീനയ്ക്കും അത് കേൾക്കുമ്പം ഒരു ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഏതായാലും അലീന കാരണം ഔതക്കുട്ടിച്ചായനും ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻലിയൊക്കെ ആകെപ്പാടെ ഒന്ന് മാറുന്നുണ്ട്, അവിടെ മാറ്റിമറിക്കാൻ തുടങ്ങിയിട്ടില്ല അലീന മാറ്റിമറിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്വർഗ്ഗലോകമാകും, അത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ നെടുമ്പുരയ്ക്കൽ കണ്ടില്ലേ, ആങ്ങളമാരല്ല പെങ്ങന്മാരും ആങ്ങളെയും കൂടി അവിടെ പണിയെല്ലാം ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയാലോ? അപ്പം നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ആകപ്പാടെ മൊത്തം മാറ്റമാണല്ലോ. അങ്ങനെ രാവിലെ 4 മണിയാകുമ്പോൾ ബബിത എണീക്കും, പണികളൊക്കെ ചെയ്യും, പണികളൊക്കെ തീർക്കും. അപ്പം ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. തൻ്റെ അമ്മയുടെ സ്ഥാനം, അതായത് വൈജയുടെ സ്ഥാനം അവിടെ നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ്. വൈജയ്ക്ക് എപ്പോഴേലും എണീറ്റാൽ മതി, മക്കളെല്ലാം ചെയ്യുന്നത്. അപ്പം ഈ ഒരു അമ്മസ്ഥാനം എങ്ങനെയും പിടിച്ച് കൊണ്ടുവരണമല്ലോ തിരിച്ച്. അതുകൊണ്ട് രാവിലെ നമ്മുടെ വൈജ അലാറം വെച്ച് എങ്ങനെയൊക്കെയോ എണീറ്റു. 4 മണിക്ക് എണീറ്റു, കിച്ചണിൽ കയറി പച്ചക്കറി അരിയുന്നു, കാപ്പി ഉണ്ടാക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ ബബിത എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ അമ്മ അടുക്കളയിൽ നിൽക്കുകയല്ലേ. അപ്പം ബബിത ചോദിച്ചു, അല്ല അമ്മ എന്താ ഇവിടെ?
ആഹാ എനിക്ക് എൻ്റെ കിച്ചണിൽ കയറത്തില്ലേ? അല്ല അമ്മയ്ക്ക് പറ്റില്ലല്ലോ, അമ്മ പൊക്കോ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട വേണ്ട മതി, ഇവിടുത്തെ അധികാരവും അവകാശങ്ങളൊക്കെ, ഈ കിച്ചൺ എൻ്റെ ആയിരുന്നു പണ്ട്. അതിന് അമ്മ പണ്ട് കിച്ചണിൽ കയറി ജോലി ചെയ്യില്ലായിരുന്നല്ലോ, ഇവിടെ സർവൻ്റ് അല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ അലീന ചേച്ചി അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? ഓ അവളുടെ ഒരു അലീന ചേച്ചി, അലീനയ്ക്ക് മാത്രമേ ജോലി ചെയ്യാൻ അറിയത്തുള്ളൂ. നീ എന്താ അലീനയെ പറയുന്നത്? പണ്ട് ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട്, അലീന 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 ഓരോന്ന് ചെയ്ത് പഠിപ്പിച്ച് വെച്ചിട്ട് അവൾ മയക്കിയെടുത്തേക്കുക. അവൾക്ക് പണി ചെയ്യാൻ മടിയായിട്ടാണ് നിങ്ങളെ കൊണ്ട് പണിയൊക്കെ പഠിപ്പിച്ച് നിങ്ങളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചത്, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന്. അപ്പം പറഞ്ഞു എൻ്റെ പൊന്നമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മയ്ക്ക് പറ്റത്തില്ലല്ലോ, അമ്മ പൊക്കോ, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങളിപ്പോൾ 4 മണിക്ക് എണീറ്റ് ശീലമായി. അപ്പോഴത്തേക്കും പതിയെ മുടിയൊക്കെ വാരി പിടിച്ച് കെട്ടിക്കൊണ്ട് നമ്മുടെ കൃഷ്ണമോള് വരുന്നുണ്ട്. എന്താ എന്താ പറ്റിയത്? അല്ല അമ്മ എന്താ ഇവിടെ? അപ്പോഴത്തേക്കും ഞാൻ എന്താ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരെണ്ണം ചോദിച്ചതേ ഉള്ളൂ. എടി ഈ കിച്ചണിലല്ലേ ഞാൻ പിന്നെ നിൽക്കേണ്ടത്? അതെ നിങ്ങൾ പോയി കിടക്ക്, രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ക്ഷീണം വരും, ഈ 4 മണിക്കൊക്കെ എണീറ്റാൽ, ഇനി ഒരു 5:30 ആകുമ്പോൾ എണീറ്റാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആഹാ അത് കൊള്ളാം, പണ്ട് അമ്മയല്ലേ പറയുന്നത് 5:30 വരെ 6 മണി വരെ കിടക്കുമ്പോഴത്തേക്കും ഉച്ചയിൽ വെയിൽ കയറിയിട്ട് എണീക്കത്തുള്ളൂ എന്ന്. ഇപ്പം നല്ല ശീലം ഞങ്ങളുടെ അലീന ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോളുടെ മെക്കിട്ട് കയറുക. അവളുടെ ഒരു അലീന ചേച്ചി, കുലീന ചേച്ചി, അവൾ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇനി അതൊന്നും ഇവിടെ നടത്താൻ പോകുന്നില്ല. അല്ല അമ്മയ്ക്കിപ്പോൾ എന്താ പ്രശ്നം? സാധാരണ അമ്മമാരെല്ലാം പറയുന്നത് രാവിലെ എണീക്കണം, പണി ചെയ്യാൻ കൂടണം, പഠിക്കണം. എന്നിട്ട് ഇപ്പം അമ്മ എന്താ അലീന ചേച്ചിയോട് മത്സരിക്കുന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന എന്നുള്ള പേര് ഇനി ഇവിടെ മിണ്ടിപ്പോകരുത്, ഇനി ഞാൻ പറയുന്നത് പോലെ ഇവിടെ നടക്കത്തുള്ളൂ, നിങ്ങൾ 5:30 എണീറ്റാൽ മതി, 5:30 എണീറ്റുള്ള പഠനവും വായനയൊക്കെ മതിയെന്ന്. ഏതായാലും അന്തം വിട്ട് നമ്മുടെ ബബിതയും കൃഷ്ണമോളും ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. മാത്രമല്ല ഇനി രോഹിത്തിനെ അടുക്കളയിൽ കയറ്റി പോകരുതെന്നും അവനൊരാണാണെന്നും ആണുങ്ങൾ അങ്ങനെ പണി ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മുടെ ബബിതയോടും കൃഷ്ണമോളോടും പറഞ്ഞപ്പം അതിവിടെ നടക്കത്തില്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ അവകാശവും ഒരേ സമത്വം ഒക്കെ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ രോഹിത്തേട്ടൻ അടുക്കളയിൽ കയറി പണി ചെയ്യണ്ട എന്നൊന്നും ഇവിടെ ആരും പറയണ്ട. രോഹിത്തേട്ടൻ ഞങ്ങളെക്കാളും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കണുണ്ടല്ലോ. അതുകൊണ്ട് അമ്മ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണമെന്ന് പറഞ്ഞപ്പം നാണമില്ലേടി ആ ചെറുക്കനെ കയറ്റിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തിന്നാനായിട്ടെന്ന് ചോദിച്ചപ്പം അതിനിപ്പോൾ എന്താന്നേ, ആണുങ്ങൾ പണി ചെയ്തെന്ന് ഓർത്തോണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും പണി ചെയ്തെന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ല. ദേ അമ്മയ്ക്കിപ്പോൾ പറ്റത്തില്ലെങ്കിൽ അമ്മക്ക് പോയി കിടന്നോ, ഞങ്ങളിവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പം ഇനി അതിവിടെ നടക്കത്തില്ല, ഇനി ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഏതായാലും വായിച്ച പതിവില്ലാത്ത പണിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പം ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.